അപ്പോൾ നമ്മൾ ഇവിടെ ആപ്പിൾ പിക്കിങ്ങിന് എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ടിക്കറ്റ് എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരാൾക്ക് എനിക്ക് തോന്നുന്നു $12.5 തോന്നുന്നു ഒരാൾക്ക്. അത് പലതുണ്ട്, പലതരത്തിലുള്ള വലിയ ബോക്സ് ഉണ്ട്, ചെറിയ ബോക്സൊക്കെ ഉണ്ട്. എന്നാലും ഒരു പേഴ്സണ് അവർ എഴുതി വെച്ചേക്കുന്നത് $45, or you'll have 3 bags for $37.50. 3 ബാഗ്. $37.50. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആപ്പിൾ തോട്ടത്തിലെത്തിയിട്ടാണ്. ഇവിടെ ആപ്പിള് മാത്രമല്ല, പീച്ച് ഉണ്ട്, നെക്ട്രീൻ ഉണ്ട്, പിന്നെ ആപ്പിൾ ഉണ്ട്. ഇത് ആപ്പിൾ അല്ല കേട്ടോ, ഇത് നെക്ട്രീൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫ്രൂട്ട്സ് ആണിത്. ഈ ഫ്രൂട്ട്സുകളൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ശരിക്കും ആപ്പിളിൻ്റെ സീസണാണ്. ആപ്പിളിൻ്റെ അവിടേക്ക് നമുക്ക് പോവാം. ആപ്പിളിൻ്റെ അവിടെ കുറേ വെറൈറ്റി ആപ്പിളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഒരു ഇതെല്ലാ മരങ്ങളുമേക്കും കുറേയൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. Para darle a Ana dinero que le iba a dar para lo del Salvador. Ya no. Ya no. Todo ahí igual. ¿Quieres agarrar una, papi? Hay que cruzar para allá. നല്ലതായിരുന്നു ആ ടീച്ചർ, കുറേ കാണാൻ പറ്റിയ. അപ്പോൾ ഇവിടെ നെക്ട്രീൻമ കുറേ ഉണ്ട് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ പീച്ച് ഉണ്ട്. പീച്ചൊക്കെ കഴിഞ്ഞു, നെക്ട്രീനും കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ സാധാരണ ഈ മരത്തുമ്മയ്ക്ക് ഇല കാണാണ്ട് നിറച്ചുണ്ടാവണതാ. ഇതാ ഈ മരത്തിനൊക്കെ കുറേ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. നാളെ ഇവിടെ അവധിയാണ്, അതുകൊണ്ട് തന്നെ ഇന്നിവിടെ നല്ല തിരക്കാണ്. ഇത് കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് പറിച്ച്, ഇതിപ്പോൾ പറിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് പറിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് ഇതിപ്പോൾ 2 ആഴ്ച ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും മരങ്ങളുമ്പോൾ നിൽക്കണം നോക്കിക്കേ. ഇത് തുടക്കത്തിലേ ഉണ്ടാവുമ്പോൾ ഇലകൾ കാണാണ്ട് അത്രയ്ക്ക് അധികം ഉണ്ടാവും. ഇതുമേ നല്ല മധുരം ഉണ്ട് കേട്ടോ, നന്നായിട്ട് മൂത്ത് പഴുത്തിട്ടുണ്ട് ഇപ്പോൾ.
കുറെ നെക്ട്രീൻ പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ബാഗ് തന്നിട്ടുണ്ട്. അതിനകത്ത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് മാത്രമേ നമുക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ നെക്ട്രീൻ്റെ അടുത്തുനിന്ന് പോവാട്ടോ. ഇനി നമുക്ക് ആപ്പിൾ ഉണ്ട്, ആപ്പിളിൻ്റെ അടുത്തേക്ക് പോവാം. അത് അവിടെ നീനയൊക്കെ നിന്നിട്ട് പറിക്കുന്നുണ്ട്. ഇന്ന് നീന മാത്രമേ ഉള്ളൂ, കാരണം നീയയും പിന്നെ അലീനയും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നീനയ്ക്ക് വരാൻ തന്നെ വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അവർക്ക് ചേച്ചിമാരുണ്ടെങ്കിൽ മാത്രമേ വരാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളൂ. ബോൾസന്നെ ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ പോയോ? ഇവിടെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. കണ്ട കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ആപ്പിളിൻ്റെ അവിടേക്ക് നിറച്ച ആൾക്കാരാണ്. പോവാം പോവാം. അപ്പോൾ നമ്മൾ നെക്ട്രീൻ്റെ അവിടെ നിന്ന് വന്നിട്ടോ. പിന്നെ ഇവിടെ ആപ്പിളാണ്. പക്ഷേ ഈ യെല്ലോ ടാഗ് കെട്ടിയിട്ടില്ലേ, ഇത് റെഡി ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് യെല്ലോ ടാഗിലേക്ക് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ നന്നായിട്ട് പഴുത്തൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ അവരത് ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ നമുക്ക് ഓപ്പൺ ചെയ്തോടത്തേക്ക് നമുക്ക് പോവാം. ഇതവിടെ ഈ ആപ്പിൾ മരത്തുമേക്ക് ഉണ്ടാക്കി കിടക്കണ നോക്കിക്കേ, ദോരം ഉണ്ടാക്കി കിടക്കണേ, കില കുത്തി ഉണ്ടാക്കി കിടക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് വെറൈറ്റി ആപ്പിൾ ഉണ്ട് കേട്ടോ. ടോട്ടൽ 20 വെറൈറ്റി ആപ്പിളുണ്ട്. നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ഒരു 2-3 അല്ലെങ്കിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു 5 വെറൈറ്റി ആപ്പിൾ മാത്രമല്ലേ കാണുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിൻ്റെ പേരൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ചിലതിൻ്റെ പേരൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. പോൾസേട്ടൻ അവിടെ നിന്നിട്ട് ആപ്പിളൊക്കെ പറിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നടന്നു വന്നത് ഈ സൈഡിൽ നിന്നായിരുന്നു. ഈ ഇപ്പുറത്തെ സൈഡിലെ ആപ്പിളുകളാണ് റെഡി ആയേക്കണ ആപ്പിളുകളാന്ന് തോന്നുന്നു. എല്ലാ ആപ്പിളും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരേപോലെ തോന്നാം. പക്ഷെ അത് കഴിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇത് ശരിക്കും നമ്മൾ വന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ശരിക്കുള്ള ഭംഗി കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ ആപ്പിള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടേക്ക് നമുക്ക് കയറുന്നതിന് കുഴപ്പമില്ല. കാണോ, കാണാൻ കിട്ടോ?
ബോൾസേട്ടൻ പറയുന്നത് ഈ ആപ്പിളിന് മധുരം ഉണ്ടെന്ന്. ആപ്പിൾ മധുരം ഉണ്ടോ ബോൾസേട്ടൻ? നല്ല മധുരം. ആ മുമ്പ് വേറെ ഒരെണ്ണം പറിച്ച് കഴിച്ചിട്ട് അതിന് മധുരം ഉണ്ടായിരുന്നില്ല അല്ലേ? ഇതിന് നല്ല മധുരമുണ്ട്. അപ്പോൾ ഈ റോ അങ്ങോട്ടേക്ക് കുറേ അറ്റം വരെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു പോയിട്ട് വരാം. Cortando, hacete la disimulada que se corta. Sí. Mira. അപ്പോൾ ഇതൊരു വെറൈറ്റി ആപ്പിളാണ്. പക്ഷേ ഇതിൻ്റെ പേര് എനിക്ക് തോന്നുന്നു നമ്മൾ ബാക്കി കോടയാണ് കയറിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് വെച്ചേക്കുന്നത് അപ്പുറത്തെ സൈഡിലാണ്. അവിടെയാണ് ഇപ്പോൾ ആപ്പിളിൻ്റെ പേര് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ പേര് ഞാൻ നോക്കി നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്, പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ കണ്ടില്ല. വെജിറ്റബിൾസ് വേണോ ഇങ്ങനെ? പിന്നെ ഇവിടെ കുറേ വെജിറ്റബിൾസൊക്കെ ഉണ്ട് കേട്ടോ. ബീൻസ് ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, ക്യാബേജ് ഉണ്ട്, പിന്നെ എന്നിട്ട് പിന്നെ വഴുതനങ്ങ ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകണില്ല. അങ്ങോട്ടും കുറേ ഏരിയയൊക്കെ ഉണ്ട്. അവിടേക്ക് നിന്നിട്ട് ആൾക്കാർ പറിക്കുന്നുണ്ട്. ഈ സൈഡാണ് ഫ്രൂട്ട്സിൻ്റെയൊക്കെ. ഇത് ശരിക്കും അറ്റം വരെ നടന്ന് കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനുണ്ട് കേട്ടോ. പറഞ്ഞു എനിക്ക് ഇത് പറിക്കാൻ എന്ത് ഇഷ്ടമാണ്. നെക്ട്രീന പീച്ച. ഓക്കെ, ഇവിടെ ഗ്രീൻ ആപ്പിൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് ഗ്രീൻ കളറുള്ള ആപ്പിളാട്ടോ. ഇത് പഴുത്താൽ ഈ കളറിൽ തന്നെ നിൽക്കും. ആൾക്കാർ വെജിറ്റബിൾസൊക്കെ പറിച്ച് വെച്ചേക്കുന്നുണ്ട്. ഇതിനകത്ത് കുറേ ഇതൊക്കെ ഉണ്ട്, മുളകുകളൊക്കെ ഉണ്ട് കണ്ടോ. വേണോ? നമ്മുടെ വീട്ടിലുള്ളത് കഴിക്കാൻ നേരമല്ലേ. ഇവിടെ വഴുതനങ്ങ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ ചോദിക്കുകയാണ് വഴുതനങ്ങ പറിക്കണമെന്ന് ചോദിക്കുകയാണ്. വീട്ടിലുള്ള വഴുതനങ്ങ പറിച്ച് കഴിച്ചിട്ടില്ല. ആപ്പിളുകളൊക്കെ നോക്കിക്കേ. ഇത് വേറെ പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നുണ്ട്. ഇത് ചെറുതാ, ഇതിനൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ. ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുഞ്ഞു തൈകളായിരുന്നു. അന്ന് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വർഷം അത് ആപ്പിളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ചെറിയ തൈകളാണ്. ഇവിടെ ഓരോ ആപ്പിളിൻ്റെയൊക്കെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഗോൾഡ് റഷ്, പിന്നെ അതാ ബ്ലൂഡി ക്രിസ്പ്, അങ്ങനെ പിന്നെ ഹണി ക്രിസ്പ്. അത് നല്ല എന്താ പറയുക, നല്ല മധുരമുള്ള ആപ്പിളാണത്. പിന്നെ അതാ ഇവിടെ ടൊമാറ്റോസ് ഉണ്ട്, പെപ്പർ ഉണ്ട്, എഗ് പ്ലാന്റ് ഉണ്ട്, കുക്കുംബർ ഉണ്ട്, പിക്കിൾസ് ഉണ്ട്, സുക്കിനി ഉണ്ട്.
അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിന്നിട്ട് ആൾക്കാരൊക്കെ പറിക്കുന്നുണ്ട് കുറേ. നല്ല പൊരിഞ്ഞ വെയിലാട്ടാ. അപ്പോൾ ഞങ്ങൾ ആപ്പിളിൻ്റെ അവിടെ നിന്ന് തിരിച്ച് ഇതാ, ഇത് നെക്ട്രീൻ കേട്ടോ. നെക്ട്രീനുണ്ട്, പീച്ചുണ്ട്. ഇതിന് ഭയങ്കര മധുരമുണ്ട്. ഓക്കെ, ഞങ്ങൾ 2 കവറ് ഇതാ നിറച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കവറും കൂടി നിറയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പൈസ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കവർ അവർ തരാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഫുള്ള് നമുക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതൊക്കെ പീച്ചിൻ്റെ മരങ്ങളാട്ടോ. പക്ഷേ ഇതിൻ്റെയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇതിന് മുമ്പ് ഒരു വർഷം, കഴിഞ്ഞ വർഷമല്ലേ, ഇങ്ങനെ കഴിഞ്ഞതിൻ്റെ 9 വർഷം വന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് പീച്ചൊക്കെ പറിക്കുന്നത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എനിക്ക് 2 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നീയും പിന്നെ അലീനയും ഇല്ലാത്തതുകൊണ്ട് നീനയ്ക്ക് പിന്നെ അങ്ങനെ തന്നെ വരുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം പിക്കിങ്ങിന് ഇതിന് തന്നെ എനിക്ക് വരാൻ ഇഷ്ടമുണ്ടായില്ല. പിന്നെ ഞാൻ നിർബന്ധം പറഞ്ഞിട്ട് വന്നതാണ്. അതെ, ഇവിടെയൊക്കെ ആൾക്കാർ വന്ന് പറിച്ച് കഴിഞ്ഞിട്ട് ഇതേ ടയേർഡായിട്ടിവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. കാരണം നല്ല നല്ല വെയിലുണ്ട്. ഇപ്പോൾ ഇവിടെ സമയം 2 മണി ആയിട്ടുണ്ടാവും കേട്ടോ. കറക്റ്റ് സമയം അറിയില്ല. ഒരു ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുമൊക്കെ പഴങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു പോയതാ. ഇതുമ്മ പഴങ്ങളുണ്ടായി കിടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് അടുത്ത വർഷം നമുക്ക് വരാം കേട്ടോ. ഇവിടെ വേറൊരു ആപ്പിളുണ്ട്. പക്ഷേ ഇത് നമുക്ക് പറിക്കാൻ റെഡി ആയിട്ടില്ല കേട്ടോ. അതൊക്കെ അവർ യെല്ലോ വെച്ചിട്ട് കെട്ടിയേക്കാണ്. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതാ നമ്മുടെ ട്രക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഓൾറെഡി ട്രക്ക് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതിൽ പോകുന്ന വിചാരിച്ചു. അത് ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്ന് പോകാമെന്ന് വിചാരിച്ചു. ഫോർച്ചേട്ടൻ പറഞ്ഞു നടക്കാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ വണ്ടി അവിടെ പോയിട്ട് വരുമ്പോൾ സമയം എടുക്കും. മറ്റത് കൊടുക്കാം, ആപ്പിൾ കൊടുക്കാം. Yeah. ആൾക്കാർ അങ്ങോട്ടേക്ക് പിക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറുന്നതാട്ടോ അത്. പിന്നെ ഇതവിടെ കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തോ ഒരു കുഞ്ഞു ടൈപ്പ് കോഴികളാണ്.
പിന്നെ 5-6 കോഴികളുണ്ട്, അത് കൂടിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഒരു മയിലിൻകുട്ടനുണ്ട്, പിന്നെ ആടുണ്ട്. ആടൊക്കെ ബോറടിച്ചിരിക്കാൻ തോന്നണം, ആൾക്കാരെ കണ്ട് കണ്ട് മടുത്തുന്നോണു. അതിൻ്റെ ഉള്ളിൽ വേറൊരു കോഴി നിൽക്കുന്നുണ്ട്, അത് എന്തോ ഒരു ചെറിയ കുഞ്ഞി ടൈപ്പ് കോഴികളത്. ആ കോഴി അത്ര വലുതാവുള്ളൂ എന്ന് തോന്നും. അവിടെയും വേറെയും കോഴികൾ നിൽക്കുന്നുണ്ട്, പക്ഷെ ഇവർ കൂടിൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റണില്ല. നാളെ ഇവിടെ ഹോളിഡേ, ഇന്നിവിടെ സൺഡേ ആണ്. നാളെ ഇവിടെ ഹോളിഡേ, ഇന്നിവിടെ സൺഡേ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല റഷ് ഉണ്ട് ഇവിടെ. വണ്ടി എപ്പോഴും ഫുള്ളായ ആൾക്കാർ പോയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പിക്കിങ് ഒക്കെ കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞങ്ങൾ അധികം നേരമൊന്നും ഇവിടെ നിന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ പിള്ളേരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം അവർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറേ നേരം നമ്മൾ സാധാരണ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ പറിച്ചു, അത് കഴിഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഈ വണ്ടിക്കാണ് പോയത്. വന്നപ്പോൾ ഞങ്ങൾ നടന്നെത്തി. ഞാനിവിടെ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് നിന്നു. അവരൊക്കെ അങ്ങോട്ടേക്ക് ഇപ്പോൾ തന്നെ നീനയും കൂടിയിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോയി. ഈ കോഴികളെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ആ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു കൊടുത്ത ഈ ടൈപ്പ് കോഴികളുണ്ടായിരുന്നു. ഇനി വാങ്ങുമ്പോൾ ഈ കോഴികളെ വാങ്ങണം. കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഒരു വലിയൊരു പ്രാവിൻ്റെ ഒക്കെ പോലെ ഇരിക്കണം ആ കോഴി. നല്ല ക്യൂട്ടത്. വേറെ കുഞ്ഞുങ്ങൾ ഇതാ വരുന്ന ഓടുന്നു. അപ്പോൾ നമ്മുടെ നീന ഇവിടെ മറ്റേ ആപ്പിൾ സൈഡറിൻ്റെ ഇത് ഡോണറ്റ്സ് കിട്ടുന്നറിയില്ല, അത് വാങ്ങാൻ പോയിട്ടതാ അത് വാങ്ങിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പിക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 3 ബാഗാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. ഇത് 2 ബാഗ്, ഒരു ബാഗ് നീനയുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിക്കിംഗ് കഴിഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ ആപ്പിൾ കുറച്ച് പറിച്ചോളൂ. ഞങ്ങൾക്ക് കൂടുതലും ഇഷ്ടം നെക്ട്രീനും പിന്നെ പീച്ചായിരുന്നു. അപ്പോൾ അത് രണ്ടാണ് ഞങ്ങൾ കൂടുതൽ പറിച്ചേക്കുന്നത്. പക്ഷെ ഒരു വണ്ടി അപ്പുറത്താണ് കിടക്കണേ. അയ്യോ 2 അപ്പുറത്ത് വണ്ടി വേറെ ഇടിച്ച് കിടക്കുന്നുണ്ട്. എത്ര വണ്ടികൾ ഇടിച്ചേക്കണാകുമ്പോ ഇപ്പൊ തന്നെ ഇടിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ ട്രാഫിക് കിട്ടിയത്. ഇപ്പൊ തന്നെ ഇടിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാ. അപ്പോൾ നമ്മൾ പറിച്ചത് ഇത് നെക്ട്രീനാട്ടോ. നെക്ട്രീൻ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട്സാണത്. ഇത് പീച്ച്. ഇവർ രണ്ടിനെയും കൊണ്ടുണ്ടെങ്കിൽ എന്നാലും നമുക്ക് പെട്ടെന്ന് അറിയണവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടാവും കേട്ടോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. എനിക്കറിയാം നാട്ടിലൊക്കെ കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷെ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉള്ളൊന്ന് തുറന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് പീച്ച്. ഇതിൻ്റെ പുറത്ത് നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു പൊടി പോലെ ഇങ്ങനെ ഉണ്ടാവും. ഇത് കുറച്ചുകൂടി നല്ല എന്താ പറയുക, ഇത് പച്ചയായിട്ടിരിക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ടിരിക്കും, എന്നാലും പഴുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ഞെക്കുമ്പോൾ ഞെങ്ങും. ഇത് പഴുത്ത് കഴിഞ്ഞാലും ഇതിങ്ങനെ നല്ല ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഇതുണ്ടല്ലോ, ഇത് ഞങ്ങൾ ഉപ്പും മുളകും കൂടി ഇട്ടിട്ട് നമ്മൾ തിരുമ്മി വെച്ചിട്ട് മാങ്ങ കഴിക്കില്ലേ, അതേപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഇതാ നല്ല ഭംഗിയാണ് അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ മരത്തിമേന്ന് ഫ്രഷായിട്ട് നമ്മൾ പറിച്ചെടുത്തല്ലോ, അതുകൊണ്ട് തന്നെ നല്ല മധുരമായിട്ടത് നന്നായിട്ട് മൂത്ത് പഴുത്തേക്കെന്താ.
അപ്പോൾ ഇതാണ് നെക്ട്രിൻ. നെക്ട്രീന് പിന്നെ വേറെ കളറുണ്ട് കേട്ടോ, ഉള്ളിൽ വെള്ളയായിട്ടുള്ള നെക്ട്രീനുണ്ട്. അതും അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് പറിച്ചില്ല. രണ്ടിനും ടേസ്റ്റൊക്കെ ഏതാണ്ട് സെയിം തന്നെയാണ്, കളറിലാണ് വ്യത്യാസം. ഇനി നമുക്ക് പീച്ച് കട്ട് ചെയ്യാം. ഞങ്ങളാദ്യം ഇവിടെ താമസിക്കുന്നതിന് മുമ്പ് ഞങ്ങളാദ്യം വേറൊരു സ്റ്റേറ്റിലായിരുന്നു, ന്യൂജേഴ്സിയിലായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ഇതിൻ്റെ മരം ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കൊന്നും കിട്ടത്തില്ല. അണ്ണാ വന്നിട്ട് എല്ലാവരും കാര്യിടും. പിന്നെ നമ്മളത് പറക്കി കളയിൽ ഒരു പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പിന്നെ നട്ടില്ല. അതാ ഇതിൻ്റെ ഉള്ളിലേ നോക്കിക്ക് ആ കുരുവൊക്കെ ആയിരുന്നാലും രണ്ടിൻ്റെയും കുരുവൊക്കെ സെയിം തന്നെയാണ്, കണ്ട. അപ്പോൾ ഇതാണ് പീച്ച്. ഇത് കുറച്ചിങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആയിരിക്കും. ഇത് കുറച്ച് ഹാർഡായിട്ടുള്ള, നമ്മുടെ എന്താ പറയുക, നല്ല മധുരമുള്ള ചൊഞ്ച മാങ്ങയൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. എന്നിട്ട് ഇത് ഞങ്ങൾ സാധാരണ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ മാങ്ങ ഉപ്പും മുളകും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും തിരുമ്പും, അങ്ങനെ കഴിക്കും. അല്ലാണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ കഴിക്കാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ച് നോക്കണം കേട്ടോ, നല്ല നല്ല രുചിയാണ്. അങ്ങനെ കഴിക്കുമ്പോൾ അധികം പഴുക്കണേനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു പഴുക്കണേക്കാളും മുമ്പുള്ള ഒരു ഇതുണ്ടല്ലോ, ആ പാകമാണ് നല്ലത്. ശരിക്കും നെക്ടറിന് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. പീച്ച് പിന്നെ പഴുക്കണേലും മുമ്പ് കഴിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. പിന്നെ ആപ്പിളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ എടുത്തില്ല, ഇനി കട്ട് ചെയ്യുമ്പോൾ പിന്നെ കാണിക്കാം കേട്ടോ.